നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നാളത്തെ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. കാരണം 2 ടീമുകൾ പ്രഖ്യാപിക്കാണ്ട്. ഒന്ന് ന്യൂസിലാൻഡ് സീരീസിനുള്ള ടീം പ്രഖ്യാപിക്കണം, മറ്റൊന്ന് T20I വേൾഡ് കപ്പിനുള്ള ടീം പ്രഖ്യാപിക്കണം. അപ്പോൾ അതിനുവേണ്ടി നാളെ ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ചേരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ പ്രഖ്യാപനം വരുന്നു. ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നോ മേജർ ഷോക്സ് എക്സ്പെക്റ്റഡ്. അതായത് എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ഡിസിഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കൂടാതെ ICC ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്, ടൂർണമെൻറ്റിൻ്റെ തുടങ്ങുന്നത് വരെ വേണമെങ്കിൽ ചില താരങ്ങളെ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ചില പരിക്ക് അങ്ങനെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്വാഡിൽ മാറ്റം വരുത്താനുള്ള അവസരവുമുണ്ട് എന്നർത്ഥം. അപ്പം നാളെ നമ്മൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ട്. അജിത് അഗാർക്കർ പ്രസ് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യും. ഉച്ചയ്ക്ക് 1:30 ആ പ്രസ് കോൺഫറൻസ്. അതിൽ T20I വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പറയും. ന്യൂസിലാൻഡ് T20I സീരീസിനുള്ള സ്ക്വാഡും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ന്യൂസിലാൻഡ് സീരീസ് അവിടെ നിൽക്കട്ടെ. T20 വേൾഡ് കപ്പ്, ന്യൂസിലാൻഡ് സീരീസ് കഴിഞ്ഞിട്ടാണ് T20 വേൾഡ് കപ്പ്. T20 വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ കുറേ മേജറായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. മേജർ ഷോക്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ മേജർ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ്, അത് അൺആൻസേർഡ് ആയിട്ട് കിടക്കുകയാണ്. സൂര്യയും ഗില്ലും പ്രൂവ് ചെയ്തിട്ടുള്ള കളിക്കാരാണ്, അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ 2 പേരും ഇപ്പോൾ ഔട്ട് ഓഫ് റൺസാണ്. അവരുടെ ഫോമിൻ്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. T20 വേൾഡ് കപ്പിൽ ഫോമിനാണ് പ്രധാനം. അപ്പോൾ ഫോം തിരികെ പിടിക്കാനൊക്കെയുള്ള സമയം ഇനിയുണ്ടോ? ദർ ഈസ് നോ ടൈം ടു സെറ്റിൽ ഇൻ. പ്രത്യേകിച്ച് കളിക്കുമ്പോൾ T20 വേൾഡ് കപ്പിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വന്നിട്ട് കളിക്കാനൊന്നും പറ്റില്ല. നോ ടൈംസ് ടു സെറ്റിൽ ഇൻ. സോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലീഡർഷിപ്പ് ഇഷ്യൂവും അവിടെ ഉയർന്നു വരും. കാരണം ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ മറ്റ് താരങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ അക്കൗണ്ടബിലിറ്റി മറ്റു താരങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പറ്റും? ഇവിടെ ഈ 2 പേര് ബാറ്റ് കൊണ്ട് ഫെയിലാകുമ്പോൾ ടോപ്പിൽ നിന്ന് മുതൽ പ്രഷർ വരികയാണ്. താരങ്ങളുടെ കോൺഫിഡൻസിനെയും അത് ബാധിക്കില്ലേ? ഇവിടെ ഒരുപാട് പ്ലെയേഴ്സ് ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി കാത്തിരിപ്പാണ്. സഞ്ജു സാംസൻ്റെ അവസ്ഥ എന്താ? സ്റ്റിൽ ഇൻ ആൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നു. ഇഷാൻ കിഷനോ നല്ല ഫോമിലാണ് ഇപ്പോൾ ആളുള്ളത്. നേച്ചുറൽ ഓപ്പണറാണ്, അഗ്രസീവായിട്ട് കളിക്കാൻ കെൽപ്പുള്ള കളിക്കാരനാണ്. ഇതിലൊരാൾ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ? മികച്ച സ്റ്റാർട്ട് ലഭിക്കും. കൂടാതെ ഒരു സ്ട്രോങ്ങർ ഫിനിഷറെ വേണമെങ്കിൽ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓൾറൗണ്ടർ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോഴാണ് ഈ താരങ്ങളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്നത്. രുദ്രാജ് ഗെയ്ക്വാദ് അവിടെ ഉണ്ട്. എല്ലായിടത്തും കളിക്കുന്നിടത്തൊക്കെ ഇൻ എവറി കണ്ടീഷൻ അദ്ദേഹം മികച്ച രൂപത്തിൽ കളിക്കുന്നു. പക്ഷേ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? അഗ്രസീവ് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടി ഹെവിലി റിലേ ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് അഭിഷേക് ശർമ്മയാണ്. മിഡിൽ ഓർഡറിലോ ടീമിനെ ഒരു മിഡിൽ ഓർഡറിനെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത് തിലക് വർമ്മയുമാണ്. അപ്പോൾ ഒരു ഏർലി കൊളാപ്സ് ഉണ്ടായാലോ പ്ലാന് മൊത്തം അങ്ങ് തകിടം മറിയും. ആകെ ഫ്രിജയിലാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് താരങ്ങളുടെ റെപ്യൂട്ടേഷൻ വെച്ച് വിജയിക്കുന്നില്ല. പ്രിൻസ് ഇറങ്ങി, സ്കൈ ഇറങ്ങി, അതുകൊണ്ട് ഒരു കപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല. അത് പെർഫോം ചെയ്ത് തന്നെ വിജയിക്കേണ്ടതാണ്. അത് ഫോം വേണം, ടീമിന് ബാലൻസ് ഉണ്ടാവണം, കൃത്യമായ റോൾ ക്ലാരിറ്റി താരങ്ങൾക്കുണ്ടാവണം. ഇതൊന്നും ഇപ്പോൾ ഇല്ല എന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ പ്ലെയേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ 1-2 മത്സരങ്ങൾ നമ്മൾ ജയിച്ചേക്കും. പക്ഷേ കിരീടം ചൂടണമെങ്കിൽ ടീം ഒന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ചോദ്യം, ഈ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ എന്തെങ്കിലും മിറക്കിൾസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് അങ്ങനെ വലിയ ഷോക്കുകളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. കുഷാൻ സർക്കാരിനൊക്കെ റിപ്പോർട്ട് അതാണ്. നോ മേജർ ഷോക്ക് ഇസ് എക്സ്പെക്റ്റഡ് എന്നാണ്. അപ്പോൾ കാത്തിരിക്കാം നാളത്തെ ദിവസത്തിനായി. ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. അതിനൊക്കെ ഉത്തരം നാളെ ലഭിക്കുമോ? അജിത് അഗാർക്കറുടെ പ്രസ് മീറ്റൊക്കെ ഉണ്ടല്ലോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.